ഹലോ ലേഡീസ്, ഒരു ഹെയർ റീഗ്രോത്ത് ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ആക്ച്വലി ഐ മീൻ ഏർലി 40s സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ഡ്രാസ്റ്റിക് ഹെയർ ഫോൾ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഐ ജസ്റ്റ് ഗോട്ട് എ സൊല്യൂഷൻ. അടിപൊളി ഹെയർ ഫോളായിരുന്നു. ഹെയർ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണ്ട, ഇങ്ങനെയൊന്ന് കോംബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40 മുടി ഇങ്ങോട്ട് കയ്യിലോട്ട് പോരും. പിന്നെ എൻ്റെ തലയിൽ മുടി ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അത്രയ്ക്കേറെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. സോ ഇത് ഒരു മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കാം, ബട്ട് ഐ ഡോണ്ട് നോ. ഒത്തിരി കാര്യമായിട്ട് ഹോർമോണൽ കാര്യം കുറിച്ച് പറയാമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദർ ഇസ് എ മാജിക്കൽ വാട്ടറുണ്ട് ഹെയർ ഗ്രോത്തിന്, ഒരു റീഗ്രോത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക്കൽ വാട്ടറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ദിസ് വൺ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ തന്നെ ഒരു ഫില്ലർ ബോട്ടിലാക്കി വെച്ചതാണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ കിച്ചണിൽ തന്നെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. ദെൻ ദ അതർ വൺ ഈസ് സപ്ലിമെൻറ്റ്. ഓക്കെ, സോ ഫെനുഗ്രീക്ക് സീഡ്സ് എന്ന് പറഞ്ഞാൽ ഉലുവ രാത്രി വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒരു 1 സ്പൂൺ ഉലുവ മതി. അതിന് ഒരു 1/2 കപ്പ് ഓഫ് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആകുമ്പോഴേക്കും ആ ഉലുവയൊക്കെ നല്ല വീർത്ത് ഇതായിട്ടുണ്ടാവും. അപ്പോൾ ആ വാട്ടർ സ്ട്രെയിൻ ചെയ്തെടുക്കുക. അത് നേരെ ഞാൻ ഈ ബോട്ടിലോട്ട് ഒഴിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോട്ടിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻ ബി സ്പ്രേ ബോട്ടിലാണെങ്കിലും എടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഇതിനകത്തോട്ട് അത് ഒഴിച്ച് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു ക്യാപ്സ്യൂൾ ഓഫ് വിറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂളും കൂടെ ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ മാജിക്കൽ വാട്ടർ ഫോർ ഹെയർ ഗ്രോത്ത്. ശരിക്കും ഇത് എഫക്റ്റീവാണ്. ബിക്കോസ് എനിക്ക് നല്ല പോലെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ആക്ച്വലി ഫുൾ ഹെയർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഫുൾ ഹെയർ. ഇപ്പം ഈ പോർഷനും കൂടെ ചേർന്ന് കിട്ടി. സി ദിസ് മച്ച് ഉണ്ട്. എന്നാലും ഇത് വളരെ കുറവ് തന്നെയാണ്. ഇങ്ങോട്ടൊക്കെ വരുമ്പം എലിവാല എന്നൊക്കെ പറയുന്നത് തന്നെ എലി എന്നെ പിടിച്ച് കടിക്കുമെന്ന് അറിയത്തില്ല, അത്രയ്ക്കും കുറവാണ്. പക്ഷേ എന്നാലും ടൂ മച്ച് ഇങ്ങനെ എന്താ പറയുക, ഇവിടെയൊക്കെ ഒത്തിരി സ്റ്റിൽ ഇവിടെയൊക്കെ നോക്ക് റീഗ്രോത്ത്, ന്യൂ ബേബി ഹെയർസൊക്കെ വരുന്നുണ്ട് കണ്ടോ. ഒത്തിരി നല്ലപോലെ മുടി കൊഴിഞ്ഞു പോയി റിയലി ഐ ലുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഹെയർ ഫോൾ ഉണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. ഹെയർ ഫോൾ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് റീഗ്രോത്ത്, ബേബി ഹെയർസ് നന്നായിട്ട് ഗ്രോ ആയി വരുന്നുണ്ട്. സോ അതിന് പറ്റുന്ന ഒരു ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. സോ ഹെയർ ലോസ് ഉള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി വിലയൊന്നും കൊടുക്കണ്ട. ഒത്തിരി നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും ഫോളോയിങ് ദ സോഷ്യൽ മീഡിയ, അപ്പോൾ ഒത്തിരി സിറംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതെല്ലാം വാങ്ങി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. മേ ബി ഇറ്റ് ഹാവ് റിസൾട്ട്സ് ഉണ്ടാകാം. ബട്ട് ഞാൻ പറയുന്നത് ഇത് നമുക്ക് വളരെ എന്താ പറയുക, കോസ്റ്റ് എഫക്റ്റീവായിരുന്നു. ജസ്റ്റ് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മാത്രം വാങ്ങിക്കുക. ദിസ് ഇസ് ഫെനുഗ്രീക്ക് ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീട്ടിലും ഉള്ളതാണ്. സോ ഞാനിത് വീക്കിലി ഒരു 3 to 4 ടൈംസ് യൂസ് ചെയ്യും. ജസ്റ്റ് നമ്മളിങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് എനി ടൈം ഈസ് ഓക്കെ. ജസ്റ്റ് സ്കാലപ്പ് ഇങ്ങനെ വകഞ്ഞെടുത്തിട്ട് ഇതിങ്ങനെ എടുത്ത് ജസ്റ്റ് ഫില്ലറിൽ ഇത് എടുത്തിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ആൻഡ് ജസ്റ്റ് മസാജ് ഇറ്റ്. ഓക്കെ, ജസ്റ്റ് മസാജ് ത്രൂ, ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇനഫ്. എനിക്ക് ഇത്രത്തോളം മുടി വളർന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സോ ട്രൈ ഇറ്റ് ഔട്ട്. ഇതിപ്പോൾ ഒരു 3 വീക്സ് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ്. ഇനിയും ഞാൻ ഇടുന്നതാണ്. കുറച്ചും കൂടി മുടി വളരട്ടെ. എനിവേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. അല്ലാണ്ട് 1-2 ദിവസം മാത്രം ചെയ്തിട്ടും എൻ്റെ മുടി വളരുന്നില്ല, അതിന് എഫക്റ്റീവ് അല്ല എന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ എന്തൊരു സാധനത്തിനും നമുക്ക് കിട്ടുള്ളൂ. സോ ട്രൈ ഇറ്റ് ഔട്ട്.